തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെയാണല്ലേ? അതിനെന്താ ഒരു സംശയം? കഴിഞ്ഞ 2 ടേമിലുള്ള ഭരണം എത്ര ഭംഗിയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത്. എന്തെല്ലാം പുതിയ പദ്ധതികൾ കേരളത്തെക്കുറിച്ചുള്ള. മുഖ്യമന്ത്രി ഒറ്റക്കല്ല, മന്ത്രിസഭയാകെയുണ്ട്, LDF ആകെയുണ്ട്. ഞങ്ങളിതെല്ലാം ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഭാവനയും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പും പ്രധാനമായിരുന്നില്ലേ? അതിനെന്താ സംശയമുള്ളത്? അപ്പോൾ അത്ര ഭംഗിയായി നയിക്കുകയും വർത്തമാന കേരളം മാത്രമല്ല, ഭാവി കേരളത്തെ കണ്ടുകൊണ്ട്, അതാണ് ഫ്യൂച്ചർ, അതാണ് ഈ വിജ്ഞാന കേരളം, എങ്ങനെ നമ്മുടെ കേരളത്തെ സുസ്ഥിരമാക്കാം എന്ന് കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്ത് അതിനെ കൃത്യമായി നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ലാതെ ആരാ നയിക്കേണ്ടത്? ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ഇത്തവണ? ഞങ്ങൾ ഒരിക്കലും നേരത്തെ പറയാറില്ല അങ്ങനെ, അതൊരു ശീലമേ അല്ല. അതുകൊണ്ട് ഇന്നയാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഇന്നയാൾ മന്ത്രി സ്ഥാനാർത്ഥി, ഇന്നയാൾ MLA, ഇതൊന്നും പറഞ്ഞിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എല്ലാവരും MLA സ്ഥാനത്ത് മത്സരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് ആരാണ് മന്ത്രി ആരാണ് മുഖ്യമന്ത്രി എന്നൊക്കെ അന്നാണ് നിശ്ചയിക്കുക. എന്നാൽ UDF അങ്ങനെയല്ല, ഞാനാകണം എന്നാണല്ലോ അതിലെ മത്സരം. ഇപ്പോൾ ഞങ്ങളെ പാർട്ടിക്കകത്ത് ആരെങ്കിലും അങ്ങനെ മത്സരിക്കുന്നത് വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ തന്നെയാണ് യോഗ്യൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. LDF ഏതെങ്കിലും ഒരു പാർട്ടിയിൽ കണ്ടിട്ടുണ്ടോ? അപ്പുറത്ത് 5-6 പേരെങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രിയാവാൻ ഞാനാണെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയും പ്രസ്ഥാനവും അവിടെ 5 പേരുണ്ട്. ഇവിടെ ഇനി തുടർ ഭരണം കിട്ടിയാൽ ഏറ്റവും യോഗ്യതയുള്ള ആൾ ആരാണ്? 100 പേരുണ്ട്. അവിടെ 5 പേരേ ഉള്ളൂവെങ്കിൽ ഇവിടെ 100 പേരുണ്ട്.